വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് എപ്പോഴും നമ്മൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി കറികളൊക്കെ ചെയ്യുമ്പോഴത്തേന് പല പ്രൊസീജിയേഴ്സാ. അതാ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉള്ളി വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റി എല്ലാം ചെയ്ത് വേണം ഒരു കറി വെക്കാനായിട്ട്. എന്നാ പാടാ അല്ലേ? ഇപ്പോഴത്തെ കാലത്താണ് ഈ പിള്ളേർ പോലും, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നാ കാര്യം ചെയ്യാൻ നോക്കുമോ അതങ്ങ് ചെയ്യണം എന്നാ. അതുകൊണ്ട് ജോലി എപ്പോഴും എളുപ്പമാക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാനുള്ളത്. അപ്പം ഞാനും വിചാരിച്ചു എന്നതിനാ 24 മണിക്കൂറും 24/7 എന്ന് പറഞ്ഞ് നമ്മൾ ആരും വീട്ടിൽ അടുക്കളയിൽ കിടക്കാറില്ല. പക്ഷേ എന്നെപ്പോലെ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് പല ജോലികൾ ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അരിയാൻ, ഇത് പറഞ്ഞ പോലെ കറി വെക്കാനോ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം പാത്രം കഴുകാനോ. ഇതെല്ലാം ചെയ്യണമെങ്കിൽ പാത്രം വേണം, പാത്രം വൃത്തിയായാലേ അടുത്ത കറി ചെയ്യാനും ഒക്കത്തുള്ളൂ. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ലൈഫാണെന്ന് വിചാരിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ നമുക്ക് എളുപ്പം കണ്ടെത്താം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്നതാ ചെയ്യാൻ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ നോക്കുകയല്ല, പക്ഷെ സ്പെഷ്യൽ ചെയ്യാനും ഇഷ്ടമാണ്. ചെയ്യുമ്പോൾ എത്രയും വേഗം ജോലികൾ കുറയ്ക്കാൻ പറ്റുന്ന കറികളുണ്ടോ എന്ന് ചിന്തിക്കുക. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു മട്ടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. മട്ടൻ കറി എന്ന് പറയുമ്പോൾ ഇതൊരു കുറുമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കാം. ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതിന് പേരെന്നതാന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ മേല. നമുക്കൊരു ഐശ്വര്യമായിട്ട് എൻ്റെ പ്രേക്ഷകർ, എന്നോട് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പേര് കണ്ടെത്താം. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മട്ടനാണ്. പക്ഷെ മട്ടൻ്റെ വേവിന് മാത്രമേ താമസമുള്ളൂ, അല്ലാതെ ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സ് ഒന്നും താമസമില്ല. ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് ആദ്യം അറിയാം. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണ്ടിയത് ഒരു കിലോ മട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 2 വലിയ സവാള എങ്ങനെയായാലും അരിയാം. എല്ലാം അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് അത്രയും കൂടെ പണി കുറച്ചു. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അരിഞ്ഞ്. പിന്നെ വേണ്ടിയത് ഒരു 2 ടൊമാറ്റോ, ഇത് നല്ല ജീരകം, അതായത് നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ജീരകം. പിന്നെ വേണ്ടിയത് പച്ചമുളക് ഇപ്പം എടുക്കണ്ട, അതിന് പകരം കുറച്ച് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ സാദാ ചില്ലിയോ എരിവ് അനുസരിച്ച് നമ്മൾ എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 12 മുളക് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി ഒരു 1.5 കഷ്ണം, ഇതൊരു 1.5 ഇച്ചിരി കൂടെ ഉണ്ട്, അതിരുന്നോട്ടെ. മട്ടണല്ലേ, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇരിക്കുന്നത് നല്ലയാ. അന്നേച്ച് വേണ്ടിയത് കുറച്ച് ഗരം മസാല പൊടിച്ചതായത്. പിന്നെ വേണ്ടിയത് തൈര്, പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞും ചേർക്കാം, ഏത് വേണേലും. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ നീര. അതിന് വേണ്ടിയ മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏത് ഫ്ലേവറാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. അതായത് നോർത്തൊന്നുമില്ല, സൗത്തൊന്നുമില്ല. ഇത് നമ്മുടെ അടുക്കള കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉള്ള എന്നാ പറയുക കാര്യങ്ങൾ വെച്ച് ചെയ്തേക്കുന്ന. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മുളക് പൊടിയൊക്കെ തീർന്നു പോകല്ലേ, അന്നേരം നമ്മളൊരു ഇച്ചിരി മുളക് പൊടി ഇടാതെ വറ്റൽമുളക് ഇടുകയല്ലേ. പണ്ട് അമ്മമാരൊക്കെ എന്നാ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മട്ടൺ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ഇത് കുറച്ച് സമയം എടുക്കും അങ്ങനെയൊക്കെ ആവാനായിട്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് നേരെ ഇല്ലാഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നത്, ഈ മട്ടനെ ഒരു ബൗളിലേക്ക് ഇട്ടേച്ച് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. എന്നാക്ക് വെച്ചാന്നറിയോ, ഈ നാരങ്ങ നീരും ഉപ്പും ഇട്ട്. ഇച്ചിരി ഉപ്പ് അത് ഇടത്തുള്ളൂ, ഒത്തിരി ഇടുന്നതായിട്ട് തോന്നരുത്. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീര്. ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട, നമുക്ക് വിനീഗർ ഉണ്ടെങ്കിൽ അതും ചേർത്താൽ മതി. പക്ഷെ നാരങ്ങയുടെ പുളി നോക്കണം, ഒരുപാട് പുളി വേണ്ട. ഒരു 2 ടീസ്പൂൺ ഒഴിക്കും. കാര്യം നമ്മൾ തൈരും കൂടെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് ഇത് ഇച്ചിരി നേരം ഒന്ന് പുരട്ടിയിട്ടിരിക്കട്ടെ. ഒരുപാട് നേരം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയവുമില്ല, പക്ഷെ എന്നാലും ഒന്ന് ഉള്ള നേരം ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറേ കാര്യങ്ങൾ അരച്ചെടുക്കാനുള്ളതാ. അരച്ചെടുക്കേണ്ട കാര്യങ്ങളാ ബാക്കിയെല്ലാം. ഒരൊറ്റ സാധനം ഇന്ന് വഴറ്റുകയല്ല, വാശിയാണ്. കാര്യം ചില സമയമൊക്കെ നമുക്ക് സമയം കിട്ടാതെ വരും. ആ സമയത്ത് ചില കറികൾ, ഇത് മട്ടണിൽ വെക്കാം, ചിക്കനിൽ വെക്കാം, ബീഫിൽ വെക്കാം, ഏത് മീറ്റിലും വെക്കാൻ പറ്റും. അതുകൊണ്ട് പനീർ ഉണ്ടെങ്കിൽ പനീർ ചെയ്തോ, മുട്ടയിലാണെങ്കിൽ മുട്ടയ്ക്ക് ചെയ്യാം, ഏത് വേണേലും ചെയ്യാൻ വെക്കും. മുട്ട ചെയ്യുവാണെങ്കിൽ മാത്രം ഇതേപോലെ മുട്ട പുരട്ടിയൊന്നും വെക്കണ്ട, ഗ്രേവി മാത്രം ചെയ്തേച്ചൊന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇനി നമ്മൾ എല്ലാം അരച്ചെടുക്കാൻ പോവുക. അത് ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞു മിക്സിയിലൊക്കെ അല്ല, ഇച്ചിരി വലിയ മിക്സിയിൽ തന്നെ. ഇന്നതൊന്നൊന്നുമില്ല, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാം. ഫസ്റ്റ് സവാള, 1 സ്പൂൺ ജീരകം അല്ലെങ്കിൽ ഒരു 3/4 സ്പൂൺ ജീരകം ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ഒരു കൈവാക്കിന് ഇടുക.
വറ്റൽ മുളക്, കശ്മീരി ആണെന്നുണ്ടെങ്കിൽ അത് മതി, കുറച്ച് വെളുത്തുള്ളി, ഇനിയിപ്പോൾ ഇഞ്ചി. ഇതിപ്പോൾ ഒരു കഷ്ണമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് ഇച്ചിരി മുറിച്ചിടാം, അല്ലേ ഇനിയിപ്പം ആദ്യം ഞാനിതൊരു ഇത്രയും ഒന്ന് അരച്ചെടുത്തോട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളിയും തൈരും കൂടെ ചേർക്കാം. ആക്ച്വലി ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒട്ടും ഇൻഗ്രീഡിയൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ അരയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഓക്കെ, അരഞ്ഞപ്പോൾ ഉള്ള പരുവം കാണാലോ അല്ലേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ തക്കാളിയും തൈരും കൂടെ ചേർത്ത് അരയ്ക്കാൻ പോവാം. തൈരിൻ്റെ അളവും നോക്കിക്കോണം, പുളി അധികം വേണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ ചേർക്കുന്നുണ്ട്, സാധനം പുളി ഒരുപാട് കൂടുവേ. ഒരു കപ്പ് എടുത്തതിൽ ഒരു ഹാഫ് കപ്പേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു ഫൈൻ പേസ്റ്റ് ആക്കുക. അന്നേച്ച് ഇനി ആ ഒട്ടും പണിയില്ലാത്ത എന്നാന്നറിയാം, നമുക്ക് സാധാരണഗതിയിൽ വഴറ്റുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. ഈ പാനിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇതിനകത്തോട്ട് ഞാൻ ആക്ച്വലി എന്താ പറയുക സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഏതായാലും നമ്മൾ ഏത് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ഒഴിച്ചേച്ചാൽ മതി. ഓക്കെ, ഈ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സാധനം കംപ്ലീറ്റ് ആ മസാല അതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഒരു ദിവസം ഓവർനൈറ്റ് ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചേച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് എരിവ് അനുസരിച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അത് പോരാഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക പച്ചമുളക് ഇടുക. അല്ലാതെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഇടുന്നുണ്ട്. ഒരു പച്ചമുളക് അല്ലെങ്കിൽ ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇടാം. ഇതിൻ്റെ കൂടെ ഇറച്ചിയെ പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി മസാലയും കൂടി ഇടണ്ടേ. ഇപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ നേരം ഇതിൻ്റെ ഫ്ലേവർ ഒരിച്ചിരി കൂടാനായിട്ട് മണവും എല്ലാം വരാനായിട്ട് നമുക്ക് ഒരു ഇച്ചിരിയും കൂടി ഇടാം. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്, തിരുമ്മി വെച്ചപ്പോഴത്തേന് ഇട്ടായിരുന്നു, അതുകൊണ്ട് ഇനി നോക്കിയിട്ടിട്ടാൽ മതി. ഇത് ആക്ച്വലി ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുള്ളൂ, ഇച്ചിരി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ പച്ചക്കറി ആണെങ്കിലും മീറ്റ് ആണെങ്കിലും നോൺ വെജ് എന്ത് ചെയ്താലും ഏത് പാചകം ചെയ്താലും ഞാൻ എപ്പോഴും പറയുന്നത് ഏതൊരെണ്ണത്തിനകത്തും മഞ്ഞപ്പൊടി ചേർക്കുന്നത് നല്ലതാ. വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് പോകാൻ നല്ലതെന്നല്ലേ പറയാം.
അന്നേരം പിന്നെ അത് ചേർക്കുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ കോണ്ടിനെന്റൽ ഡിഷസ് ഒന്നും ചേർക്കുമ്പോൾ ചിലതിന് ഒക്കുകയില്ല. പക്ഷെ കഴിയുന്നതും ചേർക്കാൻ പറ്റുവാന്നേലെ ചേർത്തോ. ഇതിനകത്ത് മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നുമില്ല. ഒരു സ്പെഷ്യൽ ഫ്ലേവറാണിത്. ഇന്ന പോലെ മട്ടൺ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊന്നും ചോദിക്കരുത്. നമ്മുടെ വീടുകളിൽ ചില സാധനങ്ങൾ ഇല്ലാതാകുമ്പോൾ ഉള്ള സാധനം വെച്ചുണ്ടാക്കുന്ന ഒരു ചെറിയ പരീക്ഷണം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കുന്ന ഇതിനൊരു പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ രുചി നോക്കിയേച്ച് വേണം കുറ്റം പറയാൻ. അല്ലാതെ ചുമ്മാ നോക്കിയേച്ച് ഇത് ഇതുപോലെയാ ഇന്ന പോലെയാ എന്ന് പറഞ്ഞേച്ചാരും പറയരുത്. ഇനി പണിയൊന്നുമില്ല, മട്ടൺ വെന്താൽ മതി. പിന്നെ ഫ്ലേവർ കൂടാനായിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കാം. മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ, മുളക് പൊടിയില്ല, വറ്റൽമുളകാണ് ചേർത്ത്. ഇനി വറ്റൽമുളക് ചേർക്കേണ്ടാത്തവർക്ക് കശ്മീരി മുളക് പൊടി ചേർക്കാം, നിറവും കിട്ടും. മല്ലി ഇതിനകത്ത് ഇല്ല. പിന്നെ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് പച്ചമുളക് ചുമ്മാ ഇട്ടേച്ചാൽ മതി, ജസ്റ്റ് ഒരു ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ. പിന്നെ മല്ലിയില ഇപ്പം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, ആ ഫ്ലേവറും കൂടെ വരാനായിട്ട്. അതല്ല ലാസ്റ്റ് ഗാർണിഷിനെങ്കിൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത്. ഞാൻ പക്ഷേ ഇതിങ്ങനെ ഫുൾ വേവിച്ചതിന് ശേഷം വാങ്ങാൻ നേരം കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും ആ പച്ചമുളകും കൂടി ഇടും. അത്രേ ചെയ്യത്തുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഗുണവും രുചിയും മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായവും പറഞ്ഞ് ഒരു നല്ല പേര് കണ്ടുപിടിച്ചെടുത്ത് തരണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, മറ്റാരുമല്ല ആലപ്പി അഷ്റഫ് ചേട്ടനും വൈഫുമാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ചേട്ടന് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. തലമുറകളായിട്ട് സിനിമയിൽ നിന്ന് പല എക്സ്പീരിയൻസസ് കണ്ട ഒരു വ്യക്തിയാണ്. നമസ്തേ ചേട്ടാ. ഏറ്റവും സന്തോഷം ചേച്ചി കൂടെ വന്നല്ലോ. ഒരു ഫാമിലി ഷോ ആകുമ്പോൾ എത്രയായാലും നമുക്ക് കുടുംബത്തോടെ വരുമ്പോല്ലേ ഭയങ്കര സന്തോഷം ചേച്ചി. താങ്ക് യു വെരി മച്ച്. അല്ലെങ്കിൽ ഞാൻ ചേട്ടനോട് പ്രതിഷേധിക്കാന്ന് വിചാരിച്ചതാ, എന്നാ കൊണ്ടുവരാത്തേന്നൊക്കെ ചോദിച്ചേച്ചു അല്ലേ. അതാ ചേട്ടാ, എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതെന്നറിയോ, ഒരു ചേട്ടന്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു വലിയ ജേർണിയില് ഒത്തിരി എക്സ്പീരിയൻസാ. ഏത് കാലം തൊട്ട് ചേട്ടൻ ഫിലിമിലേക്ക് വന്നു, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ കൂടെ വരെ നിൽക്കുന്നു. ഇറ്റ്സ് എ വെരി ലോങ് ജേർണി അല്ലേ ചേട്ടാ. ഒരു എത്രയോ എക്സ്പീരിയൻസസ്. ആദ്യം ഫിലിമിൽ വരുമ്പോഴും എങ്ങനെ ഫിലിമിൽ വന്നെന്നും ഒക്കെ പക്ക ഒരു ഓർത്തഡോക്സ് ഫാമിലി, അപ്പം അവിടുന്ന് വരാനുള്ള ഒരു സ്ട്രഗിള്, പിന്നെ സിനിമയിൽ വന്ന് പലരെ കണ്ടു, പല എക്സ്പീരിയൻസ്. ഈ ഒരു ജേർണി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് പോലും ഒത്തിരി എക്സ്പീരിയൻസസ് ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഇനി ഏത് മേഖലയിലാണ് ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് മിമിക്രിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ കോളേജ് ടൈമിലും ഒക്കെ ഭയങ്കരമായിട്ട് മിമിക്രി ഒക്കെ ഫേമസ് ആവുന്നതിന് മുന്നേ അല്ലേ. ചേട്ടൻ ആ ഒരു ജേർണി ഒന്ന് പറയാവോ ഞങ്ങളോട്? ശരിക്കും ഞാൻ മിമിക്രിയിലൂടെ തന്നെ കടന്നു വന്നത്. അതായത് ഈ യൂണിവേഴ്സിറ്റി തലത്തില് മോണോ ആക്ട് വരെ മത്സരം ഉണ്ടായിരുന്നുള്ളൂ. ആ മോണോ ആക്ടിലാണ് കൊച്ചിൻ അനീഫയ്ക്ക് ഒരു പ്രാവശ്യം പ്രൈസ് കിട്ടുന്നത്. അപ്പൊ കൊച്ചിൻ അനീഫ അന്ന് കാണിച്ചത് ഈ വീരപാണ്ഡി കട്ടബൊമ്മനിലെ ശിവാജി ഗണേശൻ, പിന്നെ സത്യന്റെ കുറെ ഭാഗങ്ങളൊക്കെ കാണിച്ചത്. അതിനൊക്കെ കൈയടിയും ഭയങ്കര ഇത് കിട്ടി. സ്റ്റേറ്റിലെ ഫസ്റ്റ് ഇത് കൊച്ചിൻ അനീഫയ്ക്ക് കിട്ടിയുണ്ടായി. അപ്പൊ ഈ മോണോ ആക്ടിൽ തന്നെ മിമിക്രിയുടെ അതിപ്രസരം കടന്നു വന്നു. അതുകൊണ്ട് മിമിക്രിക്ക് ഒരു തനി മത്സരം വെക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തീരുമാനമെടുത്തു. അപ്പോഴത്തേക്ക് കൊച്ചിൻ അനീഫ പോയി. അപ്പോഴും പിന്നെ വന്ന ഞാനായിരുന്നു. എനിക്കായിരുന്നു അന്ന് യൂണിവേഴ്സിറ്റിയിലെല്ലാം ഒന്നായി കിടക്കുന്ന സമയത്താണ്. അപ്പൊ ആ കാലം വരെയൊക്കെ ഈ മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ മത്സരത്തിന് വരുമ്പം ഈ കാക്ക, പൂച്ച, പട്ടി, അല്ലെങ്കിൽ ട്രെയിൻ പോകുന്ന സൗണ്ട് അതൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഞാൻ ഈ വ്യത്യസ്തമായിട്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം, പ്രേമനസീർ, കെ പിമ്പർ, ഗോവിന്ദ്, അന്നത്തെ ഒരു താരനിര പെട്ടെന്ന് കൈയടിക്കുമല്ലോ ആളുകൾ. അന്ന് കണ്ടിട്ടില്ല, അന്നത്തെ കാലത്തെ ഹീറോസ് ആണ്. അത് ഇതിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല. അപ്പൊ എനിക്കായിരുന്നു അന്ന് ഒന്നാം സമ്മാനം കിട്ടിയത്. അങ്ങനെയാണ് കുറച്ച് മിമിക്രിയിൽ പോപ്പുലർ ആവുന്നത്. പിന്നെ ആ മിമിക്രി കൊണ്ട് ഗുണം കിട്ടിയെന്ന് വെച്ചാല് കേരള യൂണിവേഴ്സിറ്റി എനിക്ക് കലാകാരന്മാരുടെ സെനറ്റ് പ്രതിനിധിയായിട്ട് നോമിനേറ്റ് ചെയ്തു. പിന്നീട് നമ്മുടെ PJ ആന്റണി എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായിട്ട് ഭരത് അവാർഡ് നേടിയ നടനാണ് അദ്ദേഹം. ചൂള എന്നൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഈ ചൂളയിൽ രവീന്ദ്ര മാസ്റ്റർ ആദ്യത്തെ സിനിമ, ജൂബിലി ജോയി ആദ്യമായിട്ടായിരുന്നു. ഒരു നവരത്ന മൂവി മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. 9 മേക്കപ്പ്മാര് ചേർന്ന് എടുത്തൊരു പടമാണ്. അതിലാണ് സത്യനന്ദിക്കട ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് വരുന്നത്. ഒരുപാട് ആരംഭം. അപ്പൊ ആ പടത്തിലെ ഹീറോ ആയിട്ട് വന്നത് PJ ആന്റണി മാസ്റ്ററായിരുന്നു. അപ്പൊ അദ്ദേഹം മരിച്ച് ഈ പടം ഫിനിഷ് ചെയ്തിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇത് ഡബ് ചെയ്തിട്ടില്ല.
അപ്പോൾ വോയിസ് എടുക്കാൻ വേണ്ടി അവരിങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശശികുമാർ സാറാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള പഴയ മേക്കറാണ്. അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതെന്ത് ചെയ്യണം, ഇതെങ്ങനെ അറിയാതെ രീതിയിൽ സൗണ്ട് ചെയ്യാൻ വേണ്ടി പറയും ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ആള് ആലപ്പുഴയിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയി അത് ചെയ്യിക്കുന്നത്. ഒറ്റ കണ്ടീഷനേ ഉള്ളായിരുന്നു, വെളിയിൽ പറയരുതും, മിണ്ടാൻ പാടില്ല. കാരണം അവരുടെ കളക്ഷനെ ബാധിക്കും. ഒരു മുൻവിധിയോടെ ആളുകൾ കാണുമ്പോ ഇത് അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ അത് ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. അപ്പോഴാണ് നമ്മുടെ ജയന്റെ മരണം വരുന്നത്. ജയന്റെ 4 പടങ്ങളുണ്ടായത്. കോളിളക്കം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യം, മനുഷ്യമൃഗം. ഇതൊന്നും ഡബ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴവരിങ്ങനെ തിരക്കിയപ്പോൾ പറയും ഇങ്ങനൊരു പടം പി ജെ ആന്റണിയുടെ പടം ചെയ്തൊരാളുണ്ട് വിളിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നു. ആദ്യം മനുഷ്യമൃഗം ചെയ്യുന്നു. 4 കോളിളക്കമൊക്കെ എന്റെ അതാ പറഞ്ഞ അത് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ വെളിയിൽ പറയരുത്. അപ്പൊ ഇത് ഞാനാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ജയന്റെ ഫാനുകാരൊക്കെ പോയി വേറെ ശബ്ദം എന്നൊക്കെ പറയുന്ന ഒരു മുൻവിധി ഉണ്ടാവും. അപ്പം ഉണ്ടായിരുന്നു. വർഷങ്ങൾ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാൽ വെളിയിൽ അറിയുന്നത് ഞാനാണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അതൊക്കെ കോളിളക്കമൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, പറ്റത്തില്ല വെളിയിൽ. അങ്ങനെയാണ് മിമിക്രിയിലോട്ട് കിടക്കുന്നത്. ഈ മിമിക്രി കൊണ്ടുള്ള ഗുണം കിട്ടിയത്. അപ്പൊ ആ പടങ്ങൾ അങ്ങനെ ചെയ്തു. പിന്നെ പലർക്കും വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് പല പടങ്ങൾ അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പിന്നെ ഒരു ദ്വീപ് എന്ന് പറഞ്ഞൊരു പടത്തില് രാമുകരട്ട് സാറിന്റെ കൂടെ ഒരു മാസം ഞാൻ മിനിക്കോയ് ദ്വീപിൽ പോയി കുറച്ച് കൂടെയൊക്കെ നിന്ന് ഇത് അതിലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. സിനിമയിലോട്ട് കിടന്നു അപ്പൊ ഈ സാധാരണ ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്നത്തെ മമ്മൂട്ടി മോഹൻലാലും കൂടെ ചേരുന്ന പോലെയാണ് അന്നത്തെ പ്രേം നസീറിന്റെ ഡേറ്റ് കിട്ടുക എന്നുള്ളത്. നസീർ സാറിനെ വെച്ചൊരു പടം ചെയ്താൽ ശരിക്കും ചേട്ടൻ ഇങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു. ഫസ്റ്റ് ഒരു പടം ആക്ട് ചെയ്തത് മാത്രമായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ചേട്ടൻ ആഗ്രഹം വന്നത്. ഡയറക്ഷൻ ഒന്ന് കടന്നാൽ കൊള്ളാം. വലിയ വിവരമൊന്നും ഇല്ലാന്ന് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് അറിയാവുന്നവരെ കൂടെ നിർത്തിയാൻ പോയല്ലോ. ചുറ്റിനെ നിർത്തിയിട്ട് നല്ല ക്യാമറമാനും നല്ല സംഭവങ്ങളൊക്കെ വെച്ചാൽ ഹെൽപ്പിംഗ് ആയിട്ട് പോകുന്നു. അങ്ങനെ ഒരു ഐഡിയ ഇട്ടിട്ട് ആരെങ്കിലും പ്രൊഡ്യൂസർ ഒന്നും കിട്ടുന്ന വിഷയമില്ല. പക്ഷെ നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടണം. നസീർ സാറിനെ ചെന്ന് കണ്ട്. അപ്പൊ നസീർ സാറിന് എന്നെ അറിയാന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ആലപ്പുഴ SD കോളേജിൽ ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് എപ്പോഴും ആർട്ടിസ്റ്റുകളെ കിട്ടുമായിരുന്നു. കാരണം ഈ ഉദയ സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് അവരുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നതൊക്കെ കൊണ്ടും നമുക്ക് എപ്പോഴും ആരെങ്കിലൊക്കെ വരും. അങ്ങനെ നസീർ സാർ വന്നപ്പോൾ ഞാൻ സ്റ്റേജിൽ വെച്ച് പെർഫോം ചെയ്തു. അത് ഭയങ്കര അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു അതിന്. അങ്ങനെ പുള്ളി അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് വാങ്ങിച്ചു. പ്രൊഡ്യൂസറൊന്നും ഇല്ല, സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞില്ല. ശരിക്കും അന്നൊക്കെ അത്രയും വലിയ റിസ്ക് എടുക്കാൻ ചേട്ടന് പേടിയില്ല. അതൊക്കെ അതാണ് എപ്പോഴാലോചിക്കുമ്പോൾ പേടിയുണ്ട്. അന്നത്തെ ആ പ്രായം, അന്നത്തെ ഒരു ത്രില്ലിങ് ഇതൊക്കെ ഉണ്ടല്ലോ, എന്തും വേണേ ഫേസ് ചെയ്യാന്നുള്ളൊരു ഇതല്ലേ. അങ്ങനെ ചെയ്താണ് ശരിക്കും ഒരു പടം തുടങ്ങും. ഒരു മാടപ്രാവിന്റെ കഥ എന്ന്. പ്രേം നസീറിനെ വെച്ച് ഞാൻ 3 പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു മാടപ്രാവിന്റെ വനിതാ പോലീസ്, മുഖ്യമന്ത്രി. മമ്മൂട്ടി വെച്ചിട്ടുണ്ട്, മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപി വെച്ച് ചെയ്തിട്ടുണ്ട്, മുകേഷ്, അങ്ങനെ ശ്രീനിവാസൻ, എല്ലാരെയും വെച്ച് 3 തലമുറയിലെ ആളുകളെ വെച്ച് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ അതിനുശേഷം വന്ന മമ്മൂട്ടി ആ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത തലമുറ അല്ല, ഈ ഓരോ ജനറേഷൻ പോകുമ്പോഴും ചേട്ടൻ ആ കിട്ടുന്ന ഗുഡ് എക്സ്പീരിയൻസ്. നസീർ സാറുമായിട്ട് ചെയ്തു, അത് കഴിഞ്ഞ് മമ്മൂക്ക മോഹൻലാൽ ചെയ്തു, അത് കഴിഞ്ഞ് സുരേഷ് ചേട്ടാ ചെയ്തു. ഇങ്ങനെ ഓരോ തലമുറയാണ് ചേട്ടാ പാസ്സായി പോകുന്നത്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇപ്പൊ നസീർ സാർ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ആൾക്കാർക്ക്. അതുപോലത്തെ ഒരു മനുഷ്യനെ അത്രയധികം ഇത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനെ കാണാറില്ല. ഒരു മനുഷ്യന് പോലും അദ്ദേഹത്തെ ഒരു ബാഡ് മാർക്ക് പറയാൻ ചെയ്യേണ്ട, നിങ്ങളെ ഇങ്ങനെ സഹായിക്കണം എന്ന്. അതായത് അദ്ദേഹം സമ്പാദിക്കുന്ന പൈസയിൽ നിന്ന് 40% കൃത്യമായിട്ട് മാറ്റിവെച്ച് ചെലവാക്കുന്ന ആളാണ് അറിയാൻ വേണ്ടി. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. 60% അദ്ദേഹം ഉപയോഗിക്കുള്ളൂ പൈസ. അപ്പൊ അത് തന്നെ ഒരു ബേസിക്. അതൊന്നും ആരുടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അത് ഞാൻ ഒരുപാട് ഇത്രയും പടങ്ങളുമായിട്ട് വന്നപ്പോൾ കൂടുതൽ ഒരുപാട് അടുക്കുകയും അദ്ദേഹമായിട്ട് ഒരുപാട് സഹകരിക്കുകയും ചെയ്തപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, നിഷ്കളങ്കനുമായിട്ട് എല്ലാരെയും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യന് ചതിക്കാൻ പെട്ടെന്ന് ഇതാവില്ലേ? ചതിയിലേക്ക് അങ്ങനത്തെ ചതിയിലൊന്നും അങ്ങനെ അദ്ദേഹം വീഴത്തില്ല. പുള്ളിയുടെ റെസ്പെക്റ്റഡ് ഒരു പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പൊ അത് കാരണം ആളുകളൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എപ്പോഴും വരുന്നതിനും ഇതിനൊക്കെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അങ്ങ് ചെയ്തു പോവുകയാണ്. ഒരു പടം അദ്ദേഹത്തിനെ വെച്ചിട്ട് നഷ്ടം വന്നാൽ പോലും അവരെ വിളിച്ചു വരുത്തി 2ാമത് ഡേറ്റ് കൊടുത്ത്
പൈസ പോലും കൊടുക്കും അവർക്ക് അതിന് പ്രൊഡ്യൂസർ അങ്ങോട്ട് പൈസ കൊടുക്കും. എനിക്ക് അറിയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യും അവര്. ദ ബെസ്റ്റ് ക്വാളിറ്റി ആസ് എൻ ആക്ടർ നസീർ സാറിനെ പഠിക്കേണ്ടത് നമ്മൾ എന്താണ്? എല്ലാം പഠിക്കാനുള്ളതാണ് ഓരോന്നും. അതാണ് ഏറ്റവും വലുത്. chapter by ഏറ്റവും chapter. ചാപ്റ്റർ പറഞ്ഞ ഏറ്റവും പ്രാഥമികമായ സംഭവം എന്ന് വെച്ചാൽ മനുഷ്യ സ്നേഹം, സഹ ഇവരോടുള്ള പ്രവർത്തകരോടുള്ള അല്ലെങ്കിൽ സഹജീവികളോടുള്ള ആ സ്നേഹം, അത് ഭയങ്കരമാണ്. അദ്ദേഹം ശരിക്കും ഒരു ബുക്കാണല്ലേ, ചാപ്റ്റർ ബൈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ ഇന്നൊന്നും നമുക്കൊരു 6 എപ്പിസോഡ് വേണ്ടി വരും. അത്രയും മാത്രം. അദ്ദേഹം ദേഷ്യപ്പെടാറോ അങ്ങനത്തെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ദേഷ്യപ്പെട്ടു. ഇല്ല അല്ലേ? ഇത് 2-3 പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം ദേഷ്യപ്പെടാറില്ല, ഈവൻ ഒരു ഡ്രസ്സിന് പോലും കംപ്ലൈന്റ് പറയില്ല. എല്ലാം അതനുസരിച്ച് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളാണ്. ഓ പക്ഷെ അന്നത്തെ കാലത്ത് അദ്ദേഹം ഒരു ഹീറോ ആണ്. ഹീറോയ്ക്കുള്ള ഒരു ഡ്രസ്സിങ് ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടോ അതൊന്നും പറയില്ല. ഒരു ക്യാരക്ടറൊക്കെ പറഞ്ഞ ചിലതൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് വിഗ് ഇങ്ങനെ വെച്ചിട്ടെ എന്നൊക്കെ ചോദിക്കും. ഒന്നിനും ഇടപെടത്തില്ല വേറെ ഒരു എല്ലാം നമ്മുടെ എന്തൊക്കെ നമുക്ക് അനുകൂലമായിട്ട് ആക്കാവോ അത് മാക്സിമം ആക്കി തരും പുള്ളി. അത് ആ രീതിയിൽ നമ്മുടെ ഇതിനനുസരിച്ച് ടെൻഷൻ വേണ്ട, ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ശരിക്കും ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു. ഉറപ്പായിട്ടും. പിന്നെ അതുപോലെ ഒരാളെ നമുക്ക് കാണാതെ ഞാൻ ഇത്രയും തലമുറ കൂടെ കടന്നു വന്നുകൊണ്ട് പറയണ്, ഇങ്ങനെ ആ ഒരു അനുഭവം പറയണ്. അതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അദ്ദേഹത്തെ നമുക്ക് ആർക്കും അനുകരിക്കാൻ ഒക്കുകയല്ല. ചിലപ്പം എവിടെയെങ്കിലും ഒക്കെ ഒരു പാഴപ്പിഴകൾ വന്നു. ഇപ്പൊ ചെന്നൈ മിമിക്രി ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ, ചെയ്തു നോക്കുന്നു? ഇല്ല, ഞാൻ അതെല്ലാം വിട്ടിട്ട് പിന്നെ എല്ലാം ഇങ്ങോട്ട് വന്നത്. ഒട്ടും അനുകരിക്കാറില്ല. അറ്റ്ലീസ്റ്റ് കോളേജ് ടൈമിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയാലോ? ഇല്ല, കോളേജിലൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പറയും. ഇപ്പം തമാശ രീതിയിൽ അവർക്ക് വലിയ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം അന്നത്തെ ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ കെ പി ഉമ്മറിന്റെ ഒക്കെ പറയുമ്പം അദ്ദേഹം നല്ലൊരു നടനാണ്, വളരെ സുന്ദരനാണ്, വളരെ ബഹുമാൻ. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ അന്ന് കോളേജിൽ പഠിക്കുന്നില്ല, ആ സമയത്ത് പറയും കെ പി ഉമ്മർ എന്ന് പറഞ്ഞാൽ ഈ റേപ്പ് ചെയ്യുമ്പോൾ ബലാത്സംഗമൊക്കെ ചെയ്യുമ്പം 2 ഓപ്ഷൻ കൊടുക്കും അവർക്ക്. ബലാത്സംഗത്തെ ഒന്ന് അവരുടെ അടുത്ത് പറയും, ശാരദേ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഓരോ ഇതായി. പിന്നെ നീ വഴങ്ങുന്നോ അതോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ സംഭവം കൊടുത്തിട്ടാണ് പുള്ളി ഇങ്ങനെ വാങ്ങുന്നത്. അതായത് ഒന്ന് ആദ്യമേ ഇൻഫോം ചെയ്യും ഇങ്ങനെ ചെയ്യാൻ പോകുന്നതാണെന്ന്, പിന്നെ അതിനൊരു ഓപ്ഷൻ കൊടുക്കും എന്നൊക്കെ പറയും, കളിയാക്കി ഇങ്ങനെ പറയും. അപ്പൊ അതൊക്കെ ഓരോന്ന് ചേർത്താണ് അന്നത്തെ കാലത്ത് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡയലോഗ് എടുത്താൽ ഇപ്പൊ ചെമ്മീനിലെ ഒരു കഥാപാത്രം എടുക്കും, അതിലെടുത്തിട്ട് എനിക്ക് അന്ന് പ്രൈസ് കിട്ടിയ അതെ ഈ ചെമ്മീനിലെ കറുത്തമ്മ പരീക്കുട്ടിയായിട്ട് പിരിഞ്ഞു പോകാൻ നേരത്ത് കറുത്തമ്മ വിട ചോദിക്കുമ്പം മറ്റേ മധുസാറിന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ മധുസാർ പറയും, കറുത്തമ്മ പോകാണോ കറുത്തമ്മ പോയാലേ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും കറുത്തമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. അത് തന്നെ നമ്മൾ ഉടനെ തന്നെ അടുത്തതായിട്ട് കെ പി ഉമ്മർ വന്നിട്ട് ഈ ഭാഗം അഭിനയിച്ചിരുന്നെങ്കിൽ കറുത്തമ്മ പോകാണോ കറുത്തമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും മൂളിനു. അപ്പൊ അന്നത്തെ നസീർ സാർ വന്നിട്ട് ആ ചിരിയൊക്കെ ചിരിച്ച് ഒരു ശൃംഗാര രസത്തിൽ മണ്ടിപ്പെണ്ണെ കറുത്തമ്മ പോവുകയാണല്ലേ, കറുത്തമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്തെല്ലാം അങ്ങ് പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും കറുത്തമ്മേ. അതിന് കറുത്തമ്മ എന്തിനാ കരയുന്നത് കറുത്തമ്മേ? ധൈര്യമായിരിക്കൂ, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തും കറുത്തമ്മേ, ഒന്ന് ചിരിക്കൂ പ്ലീസ്. അങ്ങനെ മണ്ടിപ്പെണ്ണെ ഇങ്ങനെയൊക്കെ. ഇത് അന്നത്തൊക്കെ ഞാൻ കാണിക്കുന്ന 50 വർഷം മുമ്പുള്ള സംഭവമാണ്. 50 years. 75-ലാണ് എനിക്ക് മിമിക്രിയിൽ കിട്ടുന്നത്. ഞാൻ 70-ലാണ് തുടങ്ങുന്നത് ഈ മിമിക്രിയൊക്കെ. മനസ്സിലായില്ല? അപ്പൊ എറണാകുളത്ത് ഇപ്പൊ താമസിക്കുമ്പോൾ ആളുകൾ കലാഭവനിലുണ്ടായിരുന്നത്. കലാഭവനൊക്കെ 82-ലാണ് വരുന്നത്. ഞാൻ 70 തൊട്ടുള്ള ആളാണ്. ശരിക്കും ചേട്ടൻ ഇങ്ങനെ ഓരോ ഫിലിം കാണാൻ നല്ല പ്രായത്തിലൊക്കെ ഈ കോളേജ് ടൈംസിലൊക്കെ ഈ സിനിമ കാണാൻ മുമ്പ് ഈ മിമിക്രി ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കീൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയല്ലേ? അന്ന് ബൈ ഹാർട്ട് ഒരു പടം കണ്ടിട്ട് ഇറങ്ങിയ ക്ലാസ്സിൽ പോലും പഠിച്ചാൽ പോലും പുസ്തകത്തിന് അത്രയും കിട്ടത്തില്ല. കോളേജിൽ അത്രയും പഠിച്ചില്ല. പക്ഷെ സത്യം സിനിമ കണ്ട കൃത്യം ഡയലോഗ്സ് കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. മറ്റേ ബുക്ക് വായിച്ചാൽ 15 പ്രാവശ്യം വായിച്ചാൽ തലേ കേൾക്കുന്നുണ്ട് പറയുന്ന വല്ലതും. അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡബ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴേക്കല്ലേ ചേട്ടാ അത് സ്ട്രെയിൻ ആയിട്ട് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? PJ ആന്റണിയുടെ കുറെ സ്ട്രെയിൻ ആയിരുന്നു. കാരണം ആ സൗണ്ട് ഒരു പ്രത്യേക എന്നൊക്കെ പറഞ്ഞുള്ള സൗണ്ടാണ്.
മറ്റേ ജയന്റെ പോലെ വളരെ ജയന്റെ അന്നേ ഞാൻ ഈ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ വരുമായിരുന്നു ആദ്യം. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ വേഷങ്ങള്. അദ്ദേഹം എത്ര ജനറേഷൻ പോയാലും സ്റ്റിൽ ഇപ്പത്തെ യൂത്തിന്റെ ആയാലും ഒരു എവർഗ്രീൻ ഹീറോ ആണ്. സംശയം ധരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയാവോ ചേട്ടാ? തന്നെ നല്ലൊരു ഡയലോഗ് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പറയണ അത് ഒരു ആർട്ടിസ്റ്റ് മരിച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു വരുന്നത് ലോക ചരിത്രത്തെ ആദ്യമായിട്ടാണ്. വീടുകളിലൊക്കെ പിള്ളേരൊക്കെ ഒരു മുതൽ കുഞ്ഞിനൊക്കെ പറയല്ലേ, ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, കാമുകിനോട് പറയുന്നത്, ഫോൺ ചെയ്യുന്ന സ്റ്റൈലിൽ പറയുന്നത്. അത് ശരിക്കും തമാശക്കാണെങ്കിൽ പോലും അതൊരു അദ്ദേഹത്തിന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം. അതൊക്കെ ശരിക്കും ഒരു എന്താ പറയാ, ആ സോളൊക്കെ വെറി നല്ല സോളാ. അത് അദ്ദേഹം വിളിച്ചാൽ എന്നൊക്കെ വിളിച്ചാൽ അതിനൊരു മുഴക്കമാണ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഫുള്ളായിട്ട് എനിക്ക് ഓർമ്മയില്ല. അയ്യോ ചേട്ടാ പ്ലീസ്, ജയൻ സാറാണ് എവർഗ്രീൻ ഹീറോ ആണ്. ഏതെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു തന്നാലും മതി ഞങ്ങക്ക്. ഇത് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. ഇതിനിടയില് ചേച്ചി എപ്പോ കണ്ടു, എങ്ങനെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു? ചേച്ചിയെ ആ കഥ ചേച്ചി എന്ന് പറഞ്ഞേ. ഇത്രയും സിനിമയില് വർക്ക് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ആലോചന വീട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ ചേച്ചിയുടെ എങ്ങനെയായിരുന്നു റിയാക്ഷൻസും ഒക്കെ? ആദ്യമേ പറഞ്ഞോ, ഉള്ള സത്യം ഞങ്ങളോട് പറയാവുള്ളൂ. ഉള്ള കാര്യം ഓപ്പോസിറ്റ്. എന്റെ ബ്രദറിന്റെ ഫ്രണ്ടാ. പ്രേമൊന്നും അല്ലായിരുന്നു. ചേച്ചി ആദ്യമേ പറഞ്ഞു, ഡയറക്റ്റ് ചോദിച്ചു. ഏത് ചേട്ടൻ ചോദിച്ചോ പെങ്ങളെ കെട്ടിച്ചു തരുമോന്ന് ചോദിച്ചോ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് കഥകളാ. എന്നതാന്ന് ഇതൊന്നും ആർക്കും അറിയാൻ മേലല്ലോ. ചേട്ടൻ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്നതാ. ഈ കൊച്ചു കൊച്ചു കഥകളല്ലേ ഞങ്ങള് വീട്ടമ്മമാർക്കൊക്കെ അറിയാനുള്ളേ. ഇച്ചിരി കഥയല്ലേ ഉള്ളൂ. വലിയ കഥയാണോ? വലിയ കഥയാ. നാട്ടുകാർ നല്ലാതൊന്നും അത് പിന്നീട് ദിവസം പറയാം നമുക്ക്. ആണോ? ചേച്ചി പറയുന്നില്ലേ? ചേച്ചിക്ക് ചേട്ടന്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് ഫിലിമിലേക്ക് വരികയും പ്രൊഡ്യൂസറായി ഡയറക്ടറായി, അപ്പം ഒരു വീട്ടമ്മയായി ചേച്ചി, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ചേട്ടനെ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഉപദേശമൊക്കെ കൊടുക്കോ? ഇല്ല, എന്റെ കൂടെ ഉണ്ടാവും. ആണോ? ചേച്ചിക്ക് ഇഷ്ടമാണോ ഇതൊക്കെ? എന്റെ കാര്യങ്ങൾ കാരണം ഇവള് വലിയ ഹെൽത്ത് കെയർ ചെയ്യുന്ന ആളാ. ഞാൻ 70+ അപ്പം എന്റെ ക്രെഡിറ്റ് ചേച്ചി അത് കൊടുക്കണം ഉറപ്പായിട്ടും. എല്ലാം അതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നൊക്കെ അവളാ. ആ ചേച്ചി എങ്ങനെ അങ്ങനെ പഠിക്കുന്ന ഒരു ഹെൽത്ത് നോക്കാനായിട്ട് എന്നാ ബേസ് ആയിട്ട് നോക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ വർക്ക് ആവുന്നുണ്ടോ ചേട്ടന്? പരമ്പരാഗതമായിട്ടുള്ള വീട്ടിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് ഈ എന്താണ് വേര് പുല്ല് ഇതൊക്കെ ആടിനും പശുവിനൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യമൊക്കെ തരുന്നത്. ആലപ്പുഴ വീട്ടിൽ അങ്ങനെയല്ല. രാവിലെ ഞാൻ ചെന്നിടയ്ക്ക് വീട്ടിൽ രാവിലെ തന്നെ കാണും കുറച്ച് മട്ടൻ, പിന്നെ മട്ടന്റെ കുറച്ച് ലിവറ്, പിന്നെ പത്തിരി തന്നെ 2-3 ഐറ്റം ഇങ്ങനെ ടേബിളില്. എനിക്ക് രാവിലെ നിറവ് കാണും. എനിക്ക് നമ്മളൊക്കെ ഇഡ്ഡലി, സാമ്പാറ്, ചട്നി. അല്ല, കൊല്ലം പുന്നല. രാവിലെ ഇഡ്ഡലിയും ദോശയും കഴിച്ചുകൊണ്ടിരുന്ന പറയുന്ന ഈ ആഹാരമൊക്കെ വരുന്നത് ഞങ്ങളൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ ആ സമയത്ത് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരില്ല സ്വാഭാവികമായിട്ടും വരുന്ന അങ്ങനെയൊക്കെ വരുന്ന ഫുഡൊക്കെയാണ്. അല്ലാതെ ഈ ഫുഡിനെ പറ്റി പറയുമ്പോൾ ഈ മിമിക്രി ആയിട്ട് നടക്കുന്ന കാലത്ത് ശരിക്കും അന്നത്തെ കാലത്ത് ഞാൻ പറയുന്ന ആലപ്പുഴയില് കാളവണ്ടിയില് ചരക്ക് വരുന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ഞാനൊക്കെ ഈ മിമിക്രിയിലൊക്കെ വരുമ്പോൾ കോട്ടയത്ത് വെച്ച മിമിക്രിയിൽ എനിക്ക് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടുന്നത്. അവിടുത്തെ അന്നത്തെ ഈ പാചകകല എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മിസ്സിസ് KM മാത്യു. കേരളത്തിൽ അന്ന് ടോപ്പ് അവരാണ് ഇതിനെ ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തത്. ആളുകൾ എങ്ങനെ പാചകം ചെയ്യണം, എന്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പോഴേ ഈ മിമിക്രി കണ്ടിട്ട് അവർക്ക് എന്നെ കണ്ടപ്പോൾ വളരെ താല്പര്യമായി നമ്മുടെ മിമിക്രിയോട്. അങ്ങനെ മിസ്സിസ് KM മാത്യു എന്നെ വിളിച്ചിട്ട് അവരുടെ ഒരു കസ്തൂർബ സോഷ്യൽ വെൽഫെയർ സെന്റർ ഒരെണ്ണമുണ്ട് കോട്ടയത്ത്, അവർ നടത്തുന്ന കസ്തൂർബയുടെ പേരില്. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു കഴിഞ്ഞ് പിന്നെ അവരുടെ മിക്കവാറും അവരുടെ ആ ഗ്രൂപ്പിന്റെ പ്രോഗ്രാംസിലെല്ലാം എൻ്റെ മിമിക്രി ഉണ്ടാവും. അങ്ങനെ വളരെ അടുപ്പോയി. അപ്പോൾ ഒരു ദിവസം അവര് മാഡം എന്നെ അപ്പൊ ഞാൻ ഈ പാചകത്തെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു. അവർ ഇതിങ്ങനെ ഉണ്ടാക്കണോ ഇങ്ങനെ ഇറക്കുന്നതൊക്കെ പറ്റി ചോദിച്ചപ്പോൾ ഒരു ദിവസം ഭക്ഷണം എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് അവർ തന്നെ വിളമ്പി. അവർ തന്നെ മിസ്സസ് KM മാത്യു തന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ ചോദിച്ചു, ഇതെല്ലാം പാചകവിധി പ്രകാരം ഉണ്ടാക്കിയാണ്,
ഇതൊരു വലിയ വിധിയാണ് ഇത് കേട്ടോ. പാചക വിധി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു വിധിയാണെന്നൊക്കെ പറഞ്ഞ ഒരു വിളമ്പി തരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഈ ആഹാരമൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വീട്ടിലന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ എന്തെങ്കിലും ഒരു ഐറ്റം നോർമൽ അങ്ങനത്തെ രീതികളാണ്. എന്തെങ്കിലും ഒരെണ്ണം. അന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെ കുറവായിരിക്കും. ഈ ഗോതമ്പ് വെച്ചിട്ടുള്ള പറോട്ട പോലത്തെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങള്, അല്ലെ പുട്ട്, ഇടിയപ്പം, അങ്ങനെയൊക്കെ വല്ലപ്പോഴും മാറി മാറി വരും. മിക്കവാറും ഒക്കെ ഈ ഗോതമ്പിന്റെ തന്നെ ആയിരിക്കും എന്തെങ്കിലും. ഇതൊക്കെ തിന്ന് ഒരു എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതല്ല ഞാൻ പറഞ്ഞ ആ കാലഘട്ടം അന്നൊന്നും അറിയില്ല. ഞാൻ പറയല്ലോ ഒരു കാളവണ്ടി സമയമാണെന്ന് പറയാം. ആലപ്പുഴ മാർക്കറ്റിലൊക്കെ ചരക്ക് വരുന്ന കാളവണ്ടിയില. അപ്പൊ ഇതൊന്നും വേറെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അന്നൊന്നും. ഈ ചിക്കനോ വെറൈറ്റി അമ്മച്ചിയുടെ അടുത്ത് നിന്നാ കഴിക്കുന്നത്. അല്ല, അന്ന് കഴിച്ചു അവിടുന്ന്. അത് കഴിഞ്ഞപ്പോ ഭയങ്കര ആഗ്രഹമായി. അപ്പൊ ആലപ്പുഴയിലൊന്നും അന്ന് ചില്ലി ചിക്കനൊന്നും ഇല്ല. ചില്ലി ചിക്കനൊക്കെ കഴിക്കാൻ എറണാകുളത്ത് വരണം, മനസ്സിലായില്ല. അപ്പൊ ഈ മിമിക്രി നടത്തുമ്പോ അന്നത്തെ കാലത്ത് ചില്ലി ചിക്കൻ ഉണ്ട്. ചില്ലി ചിക്കൻ കൊച്ചിയിലുണ്ട്, ഇവിടെ കിട്ടുമായിരുന്നു. ഇവിടെ ചൈനീസ് ഹോട്ടൽ ഉണ്ടായിരുന്നു അന്ന്. കൊച്ചിയിൽ അന്ന് ചൈനീസ് ഹോട്ടലുണ്ട്, എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കുമെന്ന് വെച്ചാൽ അന്ന് അതിന് പൈസ വേണം. ഈ പൈസ എന്ന് വെച്ചാൽ എനിക്ക് മിമിക്രിയിൽ നിന്നും വരുമാനം ഉണ്ടായി. മിമിക്രി ചെയ്യുമ്പോൾ സ്റ്റേജുകൾ ഇഷ്ടം പോലെ കിട്ടുന്നു. 500 രൂപ എല്ലാം വലിയ ടോപ്പ് 500 രൂപ കിട്ടും, ചിലപ്പോൾ അല്ലെങ്കിൽ 300 രൂപ 400 രൂപ. അപ്പൊ ഇത് വെച്ചിട്ട് കിട്ടുന്ന കൊതിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഹോട്ടലുകളിൽ താമസിക്കും, വലിയ വലിയ ഹോട്ടലുകൾ. അന്നൊന്നും അറിയില്ല. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഒരു ദിവസം മസ്കറ്റ് ഹോട്ടൽ, അന്നത്തെ വലിയ ടോപ്പാണ്. അവിടെ 100 രൂപ എങ്ങോട്ടേ ഉള്ളൂ അതിന്. അന്ന് സാധാരണ റൂമിന് 25 രൂപ 30 രൂപയൊക്കെ ഉള്ളു. അങ്ങനെ റൂം എടുത്ത് അവിടെ താമസിച്ച ഒരു ദിവസം. താമസിച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെസ്റ്റോറന്റ് മെനു കാർഡ് കൊണ്ടുവന്നപ്പം ഒന്നും അറിയില്ല. ഞാൻ നോക്കി എന്തെങ്കിലുമൊക്കെ നല്ല ഐറ്റം കോൺഫ്ലെക്സ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ പേര് കേട്ടപ്പോ ഭയങ്കര ഇത് അത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ബൗളില് പാല് ഗുരുതില്ലാത്ത കോൺഫ്ലെക്സ് ഒക്കെ കൊണ്ടുവന്നു. ഞാനിങ്ങനെ ഇരിക്കും, 2 പേര് വലിയ തൊപ്പി മറ്റൊക്കെ വെച്ച് വേറൊരുമാരിങ്ങനെ മാറി നിൽപ്പുണ്ട്. എനിക്കിതെന്ത് ചെയ്യണമെന്ന് അറിയാൻ ഒരു പിടിയില്ല. ഞാൻ കുറച്ചേരം നോക്കിയിട്ട് പിന്നെ ഓരോന്നെടുത്ത് കപ്പലണ്ടിയൊക്കെ തിരുന്ന പോലെ ആദ്യം തിന്നിട്ട്. അപ്പൊ അവരിങ്ങനെ നോക്കിയപ്പോ അവർ രണ്ടും കൂടെ പരസ്പരം നോക്കി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അവര് പറഞ്ഞു തന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല അത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തൊരു ഫുഡാണ്, ഒരു പാലം കുടിച്ചിട്ടങ്ങ് വെച്ചിട്ട് അല്ല അറിയില്ല. അങ്ങനെ ഞാൻ പറയണം, അങ്ങനെയാണ് ഫുഡിന്റെ ഒരു കാര്യം. പിന്നീട് ഞാൻ പാചകമൊക്കെ കുറച്ച് പഠിക്കുകയും കാര്യങ്ങൾ. റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തേ? റെസ്റ്റോറന്റ് ഒക്കെ ഒരുപാട് ഈ ഇതെല്ലാം സിനിമയൊക്കെ വന്നവിടൊക്കെ ഒരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ്. അപ്പൊ കുറെ നാൾ ഞാൻ നടത്തിയെന്നേ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാചകത്തോട് ഇഷ്ടപ്പെടുന്നത് ഈ മലബാർ സൈഡ്, തലശ്ശേരി അങ്ങനത്തെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് നല്ലോണം അറിയാം. എന്റെ ഫുഡിന്റെ രീതി അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് ഞാൻ കഴിക്കുന്നത്. കാരണം ഈ ഹെൽത്ത് കൂടെ നോക്കും. ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് യോഗ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രഷായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് നടക്കാൻ പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം റെഡിയാക്കിയിട്ട് ഇവിടെ കുറെ സാധനങ്ങൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കുറെ സാധനങ്ങൾ ചേർത്തതാ. ഒന്ന് പറഞ്ഞു വിടുന്നത്, എള്ള്, പിന്നെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, അത്രയും കൂടെ ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് കലക്കി പിന്നെ ഒരു 15 ബദാം വെള്ളത്തിട്ടേക്കും, അത് കഴിക്കും. പിന്നെ ഒരു 10 വാൾനട്ട്, അത് ഇതെല്ലാം രാവിലെ കഴിച്ച് തേൻ നെല്ലിക്ക, ഇത്രയും നടപ്പെല്ലാം കഴിഞ്ഞത് തേൻ നെല്ലിക്ക. ഇത് ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 8 മണിയൊക്കെ കഴിയും എഴുന്നേക്കാം. അപ്പൊ രാവിലത്തെ ഇത് കഴിഞ്ഞാൽ ഇതായി. അങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഒരു 10 മണിക്ക് 9 നടക്കാൻ പോകും. അല്ലല്ല, നടക്കാൻ പോകുന്ന ഒരു ഗ്ലാസ് അല്ല, ഒരു 3/4 ലിറ്റർ വെള്ളം കുടിക്കും. അത് കുടിച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. നടക്കുന്ന വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെന്താ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ചോദിക്കാനും പിടിക്കാനും പോകില്ല. ഇത് കുടിച്ചോണം എന്ന് പറയുമ്പോൾ കുടിച്ചേക്കും അല്ലേ? പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ള സാധനങ്ങളാ, നല്ലതാന്ന് മുടങ്ങാതെ കഴിക്കും. ടേസ്റ്റ് ഒന്നും നോക്കാറില്ല. അതുകൊണ്ട് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഇപ്പൊ ചേട്ടൻ ഇത്രയും വലിയൊരു ലൈഫിൽ എക്സ്പീരിയൻസസ് കൊണ്ടാണ് ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ ഭയങ്കരമായിട്ട് റേസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്, ഇനിയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ അതിനകത്ത് 2-3 കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഉള്ളതുപോലെ അങ്ങ് തുറന്നു പറയുക. അപ്പത്തേന് ചേട്ടൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആരെന്നാ വിചാരിക്കും എന്നുള്ളൊരു പേടിയൊന്നുമില്ല അല്ലേ? നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഉള്ള കാര്യങ്ങൾ പറയാതെ ഇത് മറച്ചൊക്കെ അപ്പം ഒരാള് വരണ്ടേ ഇതെല്ലാം പറയാൻ. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് ജനങ്ങളെ അറിയിക്കുക. ഒരാള് ധൈര്യമായിട്ട് വരണം മുന്നോട്ട്. എന്നെ പോലെ ഒരു സീനിയറായ ഒരാള് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കള്ളം പറഞ്ഞാലാ
ഇത് ശരിയാകത്തില്ല. അതിനാണ് സത്യസന്ധമായിട്ടിരിക്കണം എന്നുള്ള ബേസിക്കലി അതാണ് ഞാൻ പറഞ്ഞില്ല. ആ സ്കൂളിൽ നിന്നാണ് വന്നത്, പ്രേമലതി സാറിന്റെ ഒക്കെ. അദ്ദേഹത്തിന് കുറെ സാധനങ്ങൾ സാർ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹം പറയുന്നത് ധൈര്യമായിട്ട് പറയണം, എന്തുണ്ടെങ്കിലും തുറന്നു പറയണം, അത് മടച്ചു വെക്കരുതും കള്ളം പറയരുതും, അങ്ങനെ സത്യസന്ധമായിരിക്കണം. നിങ്ങൾ നീറ്റായിട്ട് പോകണമെങ്കിൽ ഒന്നും പേടിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് സത്യമാണ് അല്ലേ? 100%. ഓക്കെ, അതൊരു കോൺട്രവേഴ്സി വരുന്നോ അല്ലെങ്കിൽ ചേട്ടൻ അവരെ എങ്ങനെ പിന്നെ ഫേസ് ചെയ്യും എന്നുള്ളത് എന്തിനാ എന്നാലും ഇന്നെല്ലാം പറഞ്ഞേ എന്നൊരാൾ ചോദിച്ചു പോയാൽ ചേട്ടൻ എന്നാ ഉത്തരം പറയാൻ നോക്കും? ഇല്ല, ഞാൻ പറയുന്ന സത്യസന്ധമായ എന്നുള്ള കാര്യം മാത്രമല്ല, അതിനകത്ത് ഈ അവരുടെ ഫാമിലിയോ അവരല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വിഷയങ്ങളോ ഒന്നും ഞാൻ കിടക്കാറില്ല. കോമൺ ആയിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഉപദ്രവകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ തുറന്നു പറയും. അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്നാ എടുക്കാനാ ചേട്ടാ? അത് അവരെ ഹേർട്ട് ചെയ്ത് ഒന്ന് വിഷമിപ്പിച്ച് പോകുന്നല്ലാതെ അല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ പറയാറില്ല. മറ്റുള്ളവർ മനസ്സിലാക്കാനും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. മെസ്സേജ് പോലുള്ള കാര്യങ്ങളെ പറയാത്തുള്ളൂ. പിന്നെ ആൾക്കാർക്ക് ഒരാളെ പറ്റി ഭയങ്കര ഇമേജ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഭയങ്കര നല്ലവനാണ് മറ്റേതാണ് പറഞ്ഞാൽ അയാള് മഹാ മോശക്കാരനാണെന്ന് അറിഞ്ഞാൽ അതൊന്ന് പറയുകയും ചെയ്യും. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അയാൾക്ക് ഇന്ന കുഴപ്പമുണ്ട്. പിന്നെ ഒരുപാട് അത് പറയും. അതുകൂടാതെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ഇവര് മോശക്കാരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ധരിച്ചിരുന്നവരുണ്ട്. അവർ അങ്ങനെയല്ല, നന്മകൾ ചെയ്തിട്ടുണ്ട്. അവർ ഇങ്ങനെ ഇന്നൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഇപ്പൊ ശരിക്കും ചേട്ടൻ ആദ്യം മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടനൊക്കെ വരുമ്പോഴേ ചേട്ടൻ അവരുടെ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും അവര് നല്ല ആ ഒരു സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. ഉറപ്പായിട്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം പഴയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയും. ഇപ്പം മിസ്സിസ് കെ മാത്യുയുടെ കാര്യമൊക്കെ പറയുന്ന പോലെ ഒരു 25 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു, ഒരു 20 വർഷം മുമ്പെങ്കിലും ആയിരിക്കും, ആനി എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് വിളമ്പി. ഒരു ദിവസം അതാണ് പറഞ്ഞ ഇതിൽ വന്ന് ഇപ്പൊ പെടുന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഓർമ്മിച്ച ട്രിവാൻഡ്രം വീട്ടില്, അതായത് ഫാസിലിന്റെ അനിയനുണ്ട് കയസ് എന്ന് പറഞ്ഞു. അപ്പൊ കയസിന് ഞാനാണ് അതിന്റെ ഇടപാട് ചെയ്തത്. കയസിന് ഷാജി വെച്ചൊരു പടം ചെയ്യണമെന്നുള്ള പ്ലാൻ. അങ്ങനെ ഞാൻ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വന്നു, കയസുമായിട്ട് ഓർക്കുന്നുണ്ട് ഫാസിലിന്റെ. അന്ന് ഇഡ്ഡലി എന്താണ്ടൊക്കെ കൊണ്ട് വിളമ്പി ഭയങ്കരമായിട്ട് അന്ന് അത് ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു പോലെ. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, ആനി ഫുഡ് തന്നിട്ടുണ്ട്, ഹോംലി ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഓർമ്മ വന്നില്ലേ? ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ മറന്നതാട്ടോ. അത് ഈ പറഞ്ഞ പോലെ കൂടെയുള്ള ആളെ ഓർക്കത്തില്ലേ? കാരണം ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിയോ ചേച്ചി? മാറ്റി. ഫിഷ്, പിന്നെ ബീഫ്, മട്ടൻ ഇതൊക്കെ കുറവാണ്. വല്ലപ്പോഴും കൊതിയാണെന്ന് പറയുമ്പോ മാത്രം. അല്ലെങ്കിൽ പ്യുവർ വെജ് ആയോ? അയ്യോ, വെജായി ഈ യോഗ കാര്യങ്ങളൊക്കെ മാസ്റ്റർ വെച്ച് പഠിക്കുന്നത്. അല്ല, എങ്ങനെ ചേട്ടാ ഈ കഴിച്ചോണ്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ? കുറച്ച് മാറ്റി. ചേച്ചി ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞു ഞാൻ ഈ ഇറച്ചിയൊന്നും കഴിക്കാതിരിക്കുമ്പം പിന്നെ ചേച്ചി കുഞ്ഞുനാളെ കുറവാന്ന് ഇറച്ചി മീനൊക്കെ കഴിക്കുന്നേ. ഓ അത് ശരി, ചേച്ചിക്ക് ഇഷ്ടല്ലേ അത്? കഴിക്കുന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ നിർബന്ധമോ അങ്ങനെ എനിക്കും താല്പര്യമില്ല വലിയ. ഇല്ല അല്ലേ? ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോ വല്ലപ്പോഴും ഒന്ന് കൊതി വരുമ്പോ അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ നമ്മളെ ഐറ്റം ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ രാവിലെ കഴിക്കുന്ന അത് കഴിക്കാം, ഇതെല്ലാം ഒരു ദിവസം മീൻ വാങ്ങിക്കുന്ന കാശ് ഒരാഴ്ച കഴിക്കാം ഇത്രയും സാധനങ്ങൾ. അതാരും ചിന്തിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്രയൊക്കെ കഴിക്കുമോ ഇവൻ എന്താണെന്നൊക്കെ തോന്നും. ഒറ്റ ദിവസം മീൻ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരാഴ്ച ഇത്രയും ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ അപ്പൊ അത് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല, എക്സ്പെൻസീവ് അല്ല. നമ്മുടെ ഡേ ടു ഡേ കേൾക്കുമ്പോ അത് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അത് ബദാം എന്ന് പറഞ്ഞ കിലോ നമ്മളെ 10-15 ചോറില്ല, ഊണില്ല വീട്ടിൽ. പുറത്തെങ്ങാനും പോകുമ്പോ കഴിക്കുന്നെങ്കിൽ മാത്രം. ചപ്പാത്തി അല്ല, ഈ നവരേരി വെച്ചിട്ട് അപ്പം, ദോശ, പുട്ട്, അത് ശരി, അത് ഞാൻ തന്നെ വീട്ടില് ഉണ്ടാക്കും. എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് എനിക്കറിയാൻ പാടില്ല. ചേച്ചിക്ക് വീട്ടിനകത്ത് നല്ല പണിയുണ്ട്. ഞങ്ങളൊക്കെ പണി കുറക്കാണ്ടിരിക്കുമ്പോ ചേച്ചി ഇങ്ങനെ പണി കാണിച്ചു തന്നോണ്ടിരിക്കും. നല്ല ജോലിയാ. ഒരു നേരം ഇരിക്കാൻ നോക്കുകയല്ലോ. അതിന്റെ കൂടെ പിന്നെ ഇപ്പം വീഡിയോ എടുക്കണ്ടേ, അപ്പം അതിന്റെ ചേട്ടാ ശമ്പളം കൊടുക്കുന്നു. എഴുതണം രാത്രി 10 മണിക്ക് ശമ്പളം വയ്ക്കുക ചേച്ചി. എനിക്ക് ഇനി കാശ് അതെന്ത് കിട്ടിയാലും അതേപോലെ ഇഞ്ഞ് തരും. കണക്ക് ചോദിക്കണ്ട. അതാ ചേട്ടാ, ഇത്രയും ഒരു മേഖലയിൽ, അതായത് ഈവൻ റെസ്റ്റോറൻറ്റിന്റെ ഒരു ഓൺടർപ്രണർ വരെ ആയി ചേട്ടാ, ഏറ്റവും കൂടുതൽ ചേട്ടൻ വർക്ക് ചെയ്യാൻ ആസ്വദിച്ച ഡയറക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഒരു ആക്ടറാണോ, ഡബിങ് ആർട്ടിസ്റ്റ് ആണോ, ഇതിലാ ചേട്ടന് ഇഷ്ടം?
അല്ല എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം ഡയറക്ഷനിൽ തന്നെയായിരുന്നു ഇപ്പൊ താല്പര്യം. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പുതിയ തലമുറയെല്ലാം കൈയടക്കി നമ്മൾ അങ്ങനെ പോയി. ചേട്ടൻ പറഞ്ഞു ഗ്രാഫ് ഇങ്ങനെ ചേട്ടന്റെ കണ്ണില് ഇതിങ്ങനെ താഴോട്ടാ പൊക്കോണ്ടിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇപ്പത്തെ നമ്മുടെ ജനറേഷൻ കുട്ടികൾ എന്തോരം ഫോർവേഡാണ് ചേട്ടൻ, എന്തോരം നല്ല ഫിലിംസ് ഒക്കെ അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് തന്നെ ഇത്രയും ലിമിറ്റഡ് ടൈം കൊണ്ട് എത്ര നല്ല പടങ്ങൾ അവർ ചെയ്യുന്നതും അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് പക്ഷെ അതെല്ലാം നിൽക്കുന്നില്ലല്ലോ. അവരൊക്കെ ഒരു 5 പടം കഴിഞ്ഞാൽ പിന്നെ ആളില്ല, അടുത്ത ആളാണ്. അത് പക്ഷെ കോമ്പറ്റീഷൻ ആയിക്കൂടെ ചേട്ടൻ? അതാണ് ഇപ്പൊ ഒരു ഹീറോയിൻ എന്നൊക്കെ പണ്ട് നമ്മുടെ ജയഭാരതി, ശാരദ, മറ്റൊരു മറിച്ചെടുത്തൊക്കെ അങ്ങനെയല്ലല്ലോ. ഒരു 3 പടം കഴിഞ്ഞാൽ വേറെ വേറെ ഹീറോയിൻ. അതെ, സ്റ്റഡി ആയിട്ട് ഒരാളില്ലേ. പക്ഷെ ഇപ്പൊ അതൊരു ക്ഷാമമില്ല, എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്. അതിനെ ചേട്ടാ അപ്പൊ ഇപ്പത്തെ പിള്ളേർക്ക് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം അല്ലെ? ഇപ്പൊ നമ്മള് ചേട്ടനാണെങ്കിൽ പറ്റുള്ളൂ, അവര് പുതിയ തലമുറ വന്നും മാറിയേ പറ്റൂ. അതെ, പിന്നെ ചേട്ടൻ വന്ന സമയത്ത് ഈ സിനിമയിൽ കയറാനുള്ള സ്ട്രഗിൾ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ പിള്ളേർ നോക്കി അവരുടെ കഴിവാർ അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്ന് തെളിവായി കാണിച്ചു തരുന്നത്. ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്തിട്ട് അവർ പ്രൂവ് ചെയ്യല്ലേ. അല്ലാതെ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു, അത് സത്യം. ഒരു നമ്മുടെ ഒരു കഴിവ് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചില ഡയറക്ട് ചെയ്യാത്ത തന്നെയായിരുന്നു പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ. അല്ല, കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു. അതപ്പത്തെ അഭിനയത്തിൽ ബിസി ആയതുകൊണ്ടാണോ? അല്ല, ഞാൻ ഇടയ്ക്ക് ഒരു തമിഴ് പ്രോജക്റ്റുമായിട്ട് പോയി, അവിടെ കുറച്ച് ശ്രമിക്കാന്ന് വിചാരിച്ച ആ രീതിയിൽ പോയി. അതിൽ ഞാൻ അവിടെ 2-3 പടങ്ങൾ ചെയ്തു. നമ്മുടെ ഇൻ ഹരിഹർ നഗർ അത് തമിഴിലെടുത്തു, MGR നഗറിൽ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടുത്തെ പോലെ അത് അത്രയും സക്സസ് ആയില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ സൂപ്പർവുഡ് വലിയ പ്രൊഡ്യൂസേഴ്സ് ആണ്, ചൗധരി ആയിരുന്നു, അവരായിരുന്നു അത് നിർമ്മിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ചാൾ മാറി നിന്ന് നോക്കി. അപ്പം നമ്മുടെ കാല് മലയാളത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല, ഗിയർ മാറ്റി പോരും. ഇനിയിപ്പോ ഇതുകൂടെ ഒന്ന് പരീക്ഷിക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യണം. ചെറിയൊരു പ്രോജക്റ്റ്, വലിയ ഡിഫറെന്റ് ലാംഗ്വേജ്. അതായത് ഞാൻ അത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, അതിന്റെ വീഡിയോ റൈറ്റ്സ് കൊടുത്താൽ തന്നെ, ഇത്രയും ലാംഗ്വേജ് കൊടുത്താൽ തന്നെ വർക്ക്ഔട്ട് ആവുന്ന രീതിയിലുള്ളൊരു പടം. അപ്പൊ നമുക്ക് വലിയ ലോസ് വരത്തില്ല. അങ്ങനത്തെ ഒരു എന്റെ പടങ്ങളൊക്കെ പല പടങ്ങളും ഇപ്പൊ 100 Days പോയ പടമാണ് നിന്നിഷ്ടം ആ പടം പാട്ടുമൊക്കെ ഭയങ്കര. പക്ഷെ അതിനൊന്നും വലിയ പൈസ നമുക്ക് കിട്ടില്ല, കാരണം അതിന് മുമ്പ് തന്നെ ഔട്ട് റേറ്റ് കൊടുത്തേ എടുത്തവർക്ക് കാശ് കിട്ടി. അത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇവിടെ വന്നിരുന്നു കുറെ നേരമായിട്ട് ഞാൻ വിശേഷം ചോദിച്ചോണ്ടിരിക്കുക, ഫുഡ് തന്നില്ല. ഞാൻ വിളമ്പട്ടെ ചേട്ടാ? പിന്നെന്താ, ഇതൊക്കെ കഴിക്കും, ഇവിടെ നിന്ന് കഴിക്കും. കാരണം ഇതൊക്കെ ധൈര്യമായിട്ട് അടി കൊടുത്തതൊക്കെ കഴിപ്പിക്കുന്നത്. അടിയോ ചൂരലൊക്കെ ഉണ്ടോ ചേച്ചി വീട്ടില്? ഞങ്ങള് വരുമ്പത്തേക്ക് ചേട്ടനിട്ട് ഓട്ടിച്ചിട്ടടി കുക്കുമ്പർ കഴിച്ചില്ലേ, എന്ത് 2 തരുമെന്നൊക്കെ പറഞ്ഞ് ഓട്ടിക്കുന്നത് കാണാം അല്ലേ? കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഫുഡില്ല. ശിക്ഷയുണ്ടോ? തമ്പുരാനെ, ചേട്ടായി പേടിച്ചാന്നോ ജീവിക്കുന്നേ? എന്ത് ചെയ്യാനാ, നിവൃത്തിയില്ല. പക്ഷെ അതൊക്കെ എന്നറിയോ ചേച്ചി അനുഭവിക്കാനെന്തോന്ന് ആലോചിക്കേ. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, ചേട്ടനോടെ ഒത്തിരി സ്നേഹം ഉള്ളതുകൊണ്ടാ ചേച്ചി അത്രയും കരുതുന്നേ. അതുകൊണ്ടാ, അല്ലെ നമ്മൾ ഈ പറഞ്ഞ പോലെ വായിക്ക് രുചിയായിട്ട് എല്ലാം തന്ന ആരോഗ്യം വേണ്ടേ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ, ടച്ച് വുഡ്, ആയുസ്സും ആരോഗ്യത്തോടെ തമ്പുരാനെ അങ്ങനെ ഇരിക്കട്ടെ. അതാ നല്ലത്. അത് കാണുമ്പോ ചേച്ചിക്ക് ഒരു സമാധാനല്ലേ, അതാ നല്ലത് ചേച്ചി. എന്നാ ഇച്ചിരി സാക്രിഫൈസ് ചെയ്താലും വേണ്ടുകയില്ല, നമുക്കെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ചേട്ടൻ. അതാ ഞങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന. ചേച്ചി ചേട്ടനും ഒരുമിച്ച് എന്റെ ഷോയിൽ വന്നതിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ചേട്ടന്റെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആണ്. ചേട്ടന്റെ വിശേഷങ്ങളും എല്ലാം ചേട്ടൻ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ വന്ന് ചേട്ടൻ പറഞ്ഞത് എല്ലാവരും മറ്റുള്ളവരെ ദ്രോഹിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ നന്മ നമ്മൾ ചെയ്യാൻ പോയില്ലെങ്കിലും ഈ ദ്രോഹിക്കാൻ ആരെ പോകരുതെന്നാണ്, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കാനാണ് ചേട്ടൻ പറയുക. അത് യൂട്യൂബിൽ കോൺട്രവേഴ്സീസ് ആവാതെ അതിന്റെ നന്മ മാത്രം ഒരു മെസ്സേജ് പോലെയാണ് ചേട്ടൻ എല്ലാവരോടും എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതേപോലെ നല്ല വിശേഷങ്ങളും നല്ല അതിഥികളും നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ഗുഡ് ബൈ.